അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മോമിനികളെ, ഞങ്ങൾ എല്ലാ ആൾമാരും ഹജ്ജുക്ക് ആശയുള്ള ആൾമാരായിട്ടിരിക്കണം. ഉംറത്തുക്ക് പോകുക ആശയില്ലാത്ത ആരുമില്ല. മനസ്സിൽ ഒരു തെല്ലെങ്കിലും ഒരു ഈമാൻ്റെ ഒരു അംശം അല്ലാഹു തആല ആരെങ്കിലും ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ആൾമാരും ഞങ്ങൾ എന്താക്കുക, ഒന്ന് ഹജ്ജുക്ക് പോകണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഉംറത്തുക്കെങ്കിൽ പോകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നിട്ടുള്ള ആ മദീന ഒന്ന് കാണണു, ആ പച്ചക്കുബ്ബ ഒന്ന് കാണണു, ആ റൗലര മുട്ട നിന്നിട്ട് മുത്തുനബിക്ക് സ്വലാത്തും സലാമും ചെന്നിട്ട് മുത്തുനബിയെ ഒന്ന് വിളിക്കണു ചെന്നിട്ട് ആശയില്ലാത്ത ആരുമില്ല. പക്ഷേ ചമ്മ ആൾമാരും പേടിക്കര് കയ്യിൽ പൈസ ഇല്ലല്ലേ എന്നുള്ളതായിട്ടിക്കട്. അപ്പം പൈസ ഉണ്ടായില്ലേ നോക്കിയിട്ടല്ല അള്ളാഹു താല ഒരാൾക്ക് ഹജ്ജുക്കും ഉംറത്തുക്കും അവസര തണ്ടേണ്ടുള്ളത്. പല വിഷയത്തിലൂടെയും നമുക്ക് പ്രൂവ് ആയോണ്ടിക്കർ. ചമ്മ കോട്ടിയുള്ള ഒരു വലിയ മുതലാളി എത്രമാ പൈസ ബാങ്കിൽ ഇപ്പവും സ്റ്റോക്കുണ്ടോ ആയെങ്കിൽ ഇണ്ടത്തോലോ ഓർക്ക് പോലും ഹജ്ജ് ഉംറത്തുക്ക് പോകാത്ത ഇത്ര ആൾമാരുള്ളാറ്. അപ്പം എന്തും ഇല്ലാത്ത പാവത്തെ സ്വന്തം അക പോലും ഇല്ല, ബാടികരവത്തുള്ളൂ അയത്ത് പോലും എത്രമാ ഉംറ ആക്കണിക്കത്തെ എത്ര ആൾമാരുള്ളാറ്. അപ്പം ഹജ്ജ് ഉംറ ഒരാളുടെ പൈസ ഉണ്ടായില്ലേ നോക്കിയിട്ടല്ല അള്ളാഹു താല വിളിക്കരുത്. അത് അള്ളാഹു കൊടുക്കുന്നത് തൗഫീക്ക്. ആ തൗഫീക്ക് കിട്ടി അങ്ങനെ ഇങ്ങനെ ഇഴിഞ്ഞു പോവാറ്. അത് എന്തെങ്കിലും ആയിട്ട് അതുള്ള പൈസ സെറ്റായി വരും, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാറ്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലായിട്ട് ആ മണ്ണ് എത്തുകൊള്ള തൗഫീക്ക് കിട്ടിപ്പോണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ദുആർക്കണം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു ഇത്തരത്തിൽ ഞങ്ങൾക്ക് വേഗ ഉംറത്തുക്കും ഹജ്ജുക്കും അള്ളാഹു താല എത്തുപാട്ടി തറകു കാരണം അവർ എനിക്കത്തെ ഒരു വിഷയ അത് പഠിപ്പാട്ടൊക്കെ ആയിട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ആക്കിയെങ്കിൽ ഗ്യാരണ്ടി ആയിട്ടും ഞങ്ങൾ വേഗത്തുക്ക് ഉംറത്തുക്ക് ഹജ്ജുക്ക് പോവാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കതൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചമ്മ ആൾമാർ ഞങ്ങൾ ഇട ഈ വീഡിയോ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ദുആ കൊണ്ട് വസിയത്താക്കിക്കൊണ്ടിരിക്കാറ്. ചമ്മ ആൾമാർ ചെന്നെങ്കിൽ മക്കയില്ലാത്ത ആൾമാർ, മക്കയിൽ ആൺകിടാവില്ലാത്ത ആൾമാർ ആൺകിടാവാനായിട്ട്, പെണ്ണുകിടാവില്ലാത്ത പെണ്ണുകിടാവാനായിട്ട്, ബിസിനസ്സിൽ ബർക്കത്ത്, ഗൗത്തിൽ ബർക്കത്ത്, ഉഷാറില്ലാണ്ടാവരോ അങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹു തആല എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ആഫാത്ത് ബല മുസീബത്തിനെ തൊട്ട് അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ. പ്രത്യേകിച്ചും മക്കളില്ലാത്ത എല്ലാ ആൾമാർക്കും അല്ലാഹു താല നല്ല മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉള്ള മക്കളെ അല്ലാഹു താല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളുള്ള എത്ര ആൾമാരുള്ള അല്ലാഹു താല എല്ലാവർക്കും എത്രയും വേഗം ശിഫ തന്നിട്ട് സലാമത്തുള്ളവർ, സന്തോഷമുള്ളവർ, റാഹത്തുള്ളൊരു ജീവിത അല്ലാഹു താല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാക്കട്ടെ എന്ന് ചെന്നിട്ട് വിഷയത്തിൽ ഞാൻ കടന്നു വന്നുകൊണ്ടില്ല. പിരിസത്തെ മൂമിനീങ്ങളെ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടില്ല. ഈ സ്വലാത്തും ചെന്നെങ്കിൽ ഈ സ്വലാത്തുണ്ടല്ല, ഏതൊരു സ്വലാത്തും ടോട്ടലി ചെല്ലെങ്കിൽ സ്വലാത്തുക്ക് വലിയ മഹത്വമുണ്ട്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെന്നേ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാര, ഞങ്ങൾ കൊടുത്ത സ്വതക്ക, ഞങ്ങൾ കൊടുത്ത സക്കാത്ത്, ഞങ്ങൾ നിർവഹിച്ച ഹജ്ജ്, ഞങ്ങൾ ഇതേതും അള്ളാഹു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് 100% ഇത് കബൂലാക്കിറാ ചെന്നിട്ട് ഞങ്ങൾക്ക് ഉറപ്പ് ചൊല്ലുകാവില്ല. എല്ലവും അള്ളാഹു താല അള്ളാഹു വേണമെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ അത് റിജക്റ്റ് ആക്കിയിട്ടും വിടുക. അത് അള്ളാഹുരെ പരമാധികാരിയായിട്ടിക്കരുത്. അപ്പോൾ അള്ളാഹു താല സ്വീകരിച്ചിരുന്ന് ചൊല്ലുക നമുക്ക് ചൊല്ലുക സാധ്യമല്ല, സ്വീകരിച്ചിട്ട് ഇക്കലാൻ ചൊല്ലുക ചമ്മ പോയിന്റ്സ് എല്ലാം ഉണ്ട്. കാരണം ഞങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരത്തേക്ക് പറ്റിയ പിന്നെ എന്തെല്ലാം ദുന്നവ്യായ ചിന്ത വന്നു പോകുന്നു. പല നിലക്കും നിസ്കാരത്തെ ആ കർമ്മങ്ങൾ തപ്പിട്ട് ഞങ്ങൾ ആക്കിക്കൊണ്ടുള്ള. അപ്പം അങ്ങനെയല്ല പോകുമ്പോൾ സ്വീകരിച്ചിട്ട് ഇക്കാല ഞങ്ങളെ നിസ്കാരം ചൊല്ലുക വേണമെങ്കിൽ ഞങ്ങൾക്ക് പോയിന്റ്സ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചൊല്ലിട്ട് ഏതൊരു അമലും അല്ലാഹു സ്വീകരിക്കാണ്ടിക്കൂ. ഇല്ല സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ മേലെ ഞങ്ങൾ ചൊല്ലിട്ട സ്വലാത്ത് അത് ഒരിക്കലും അല്ലാഹു തആല സ്വീകരിക്കാണ്ടിക്കല്ല. എന്തേ, ഞാനിപ്പോൾ ഒരു 100 സ്വലാത്ത് മുത്തുനബിക്ക് ഉണ്ട് ചെന്നിരിക്കാം, പക്ഷേ അതിന് ഒരു സ്വലാത്ത് അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ എന്തിനാ ഒരു മുത്തുനബിക്ക് 100 സ്വലാത്ത് എത്തില്ല, പിന്നെ 99 സ്വലാത്തായിട്ട് എത്തുക. അപ്പം മുത്തുനബിക്ക് ഒരു സ്വലാത്ര കുറത്തവിടെ പണ്ട്, പക്ഷേ മുത്തുനബിക്ക് ഒരു സ്വലാത്ര കുറത്ത് പറക്കും അങ്ങനെ ആക്കുക അല്ലാഹു താലക്ക് ഇഷ്ടമില്ല. അല്ലാഹു 100 അല്ലാഹു താല എത്തുപാട്ടി കൊടുക്കണം മുത്തുനബിക്ക്. അത് അല്ലാഹും മുത്തുനബിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പിരിസത്തെ മോമിനിങ്ങൾ സ്വലാത്ത് ചൊല്ലുക അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ ചെന്ന് വന്ന് ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു സ്വലാത്ത് പരിചയപ്പെടുത്തി തന്നുകൊണ്ടുള്ള ഈ സ്വലാത്ത് ആരെങ്കിലും 33 വട്ട ഒരു നാളിൽ 24 ഗಂಟೆ ഉണ്ട്, ഒരു നാളിൽ ആരെങ്കിലും 33 വട്ട ചൊല്ലുകു ആർക്കെങ്കിലും സാധ്യ ആയെങ്കിൽ അവനുക്ക് അല്ലാഹു താല വേഗത്തുക്ക് ഉംറത്തുക്ക് ഹജ്ജുക്ക് അല്ലാഹു താല എത്തുപಟ್ര. ഇനി ഹജ്ജ് ഉംറ ആക്കിയ ആളായിട്ട് ഇന്നെങ്കും
അങ്ങനത്തെ ആൾ ഈ സ്വലാത്ത് 4:33 കണക്ക് വെച്ച് ചൊല്ലണ്ടായി തിന്നെങ്കിൽ അള്ളാഹു താല പിന്നെയും ആ മണ്ണ് ഗെത്തുകൊള്ള തൗഫീഖ് അള്ളാഹു താല കൊടുക്കാണ്ടായിട്ട് ഈ സ്വലാത്തിൻ്റെ മഹത്വ. ഇത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദീനത്തുള്ള റൗളയിലെ തങ്ങൾ ആ ഖബർ ഷരീഫ് അതര ആ മേൽഭാഗത്ത് ഈ നാച്ചെന്ന് തൻ്റെ സ്വലാത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലല്ലാഹു അങ്ങനെ ആയിട്ടിക്കുന്ന സ്വലാത്ത് ചൊല്ലുടെ. പക്ഷെ ഇതങ്ങനല്ല, ഒരു പ്രത്യേകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ട് അള്ളാഹുരെ കൊണ്ട് തുടങ്ങുന്നത്. കാരണം അള്ളാഹു അല്ലാണ്ട് ഇലാഹില്ലാണ്ടുള്ള നേരെ വിഷയം ചെന്നിട്ട് അള്ളാഹു താല 6 മുത്തുനബിയുടെ ഒരു ചെറിയ വിഷയം മുത്തുനബി 6 ചെറിയ ഒരു സ്വലാത്തായിട്ട് ഈ സ്വലാത്തിൽ ചൊല്ലുടെ. ഈ ഒരു സ്വലാത്ത് ഞങ്ങൾ മാക്സിമം ഒരു നാൾ 33 വട്ടെങ്കിലും ചൊല്ലുക ട്രൈ ആക്കറങ്ങായിട്ട് ഇന്നെങ്കിൽ അള്ളാഹു തങ്ങൾ വേഗ ആ മുത്തുനബി മണ്ണിലെത്തുള്ള തൗഫീഖ് തരും. അള്ളാഹു എത്തുപാട്ടി തരുമാറാകട്ടെ. സ്വലാത്ത് നിങ്ങളെല്ലാവരും ഈ സ്ക്രീനിൽ കാണേണ്ട പോലെ ഒന്ന് ചൊല്ലറും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വാദിഖുൽ വഅദിൽ അമീൻ 33 വട്ടമായിട്ട് ഇക്കട്ട് ചൊല്ലണായത്. ഇങ്ങനെ ചെന്നെങ്കിൽ ഒന്നാമത്തേതായിട്ട് ആ മക്കത്തും മദീനത്തും മുത്തുനബിയുടെ സിയാറത്താക്കും ആ ഉംറത്തും നമുക്ക് എത്തിപ്പോവും വേഗം. അതല്ല, അതിലേക്കാണ് വലിയ പോയിൻറ്റ്സ്. മുത്തുനബിയുടെ മേൽ ഒരു സ്വലാത്ത് ആരെങ്കിലും ചെന്നെങ്കിൽ 10 സ്വലാത്ത് അയാളെ മേൽ അള്ളാഹു ചൊല്ലും. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, ആരെങ്കിലും നൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചെന്നെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി 10 സ്വലവാത്ത് 10 സ്വലാത്ത് അയാളുടെ പേരിൽ അള്ളാഹു ചൊല്ലു ചെന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് സ്വഹീഹുൽ ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസ് കിതാബിൽ വന്നതായിട്ട്. അതുകൊണ്ട് പിരിസത്തെ മോമിനിങ്ങളെ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഒരു തെല്ല് ഗമനം കൊടുക്കണം. ഈ വീഡിയോ കാലിങ്ങനെ കേൾക്കുക മാത്രമല്ല, ഒന്ന് നിൽക്കണം. നക്കെ എന്താ ചിലർക്ക് സാധ്യമല്ലേ, ഈ സ്ക്രീനിൽ ഞാൻ കാട്ടിയല്ലേ, അതിൽ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് ആക്കി എടുത്ത് വെച്ചിട്ട് ഒരു 33 ഏതെങ്കിലും ഒരു ടൈം ഫിക്സ് ആക്കിയിട്ട് അങ്ങ് ചൊല്ലുകയായെങ്കിൽ വലിയൊരു വിജയമുണ്ട്. അള്ളാഹു താല നിങ്ങൾക്ക് അതിന് തൗഫീഖ് തരട്ടെ. ഈ വീഡിയോ എല്ലാ ആൾമാർക്കും നിങ്ങൾ എത്തുപാട്ടി കൊടുക്കണം. നിങ്ങളെ കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു സ്വലാത്ത് ചെന്നെങ്കിൽ അത് വലിയൊരു തൗഫീഖായിട്ട് നിങ്ങൾക്ക് അതൊരൊട്ടിക ഈ ഒരു ചാനൽ ഈ ഒരു നല്ല കാര്യത്തിന് വേണമായിട്ട് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.